ശ്രീ വിജി തമ്പി, പാർട്ടിയുടെ അനുഗ്രഹാശിസുകളില്ലാതെ ഇത്തരം അലങ്കോലപ്പെടുത്തലുകൾ ഉണ്ടാവുമോ? CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ഏറ്റവും പ്രബലമായ ഒരു സ്ഥലമെന്ന് പറയുന്നത് വടക്കൻ മലബാറാണ്. വടക്കൻ മലബാറിലാണ് CPM-ൻ്റെ ഏറ്റവും വലിയ വേരുകൾ ഓടിയിരിക്കുന്നത്. ഈ വേരുകൾ ഓടിയിരിക്കുന്ന ഈ വടക്കൻ മലബാറിൽ അവിടെയുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണ ജയന്തി ആയാലും രാമോത്സവമായാലും അല്ലെങ്കിൽ ഗണേശോത്സവമായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ പങ്കാളികളാകുന്നു എന്നുള്ളത് ഒരിക്കലും CPM-നെ സംബന്ധിച്ചിടത്തോളം ദഹിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അലങ്കോലമാക്കി അത് അവരെ ഭയപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു ശോഭായാത്രയിൽ വന്നിട്ട് കുട്ടികളുമായിട്ട് അമ്മമാർ വരുമ്പോൾ അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ദേഹോദ്രവിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ അമ്മമാർ മടിക്കില്ലേ? കാര്യം എന്തിനാണ് ആവശ്യമില്ലാതെ റിസ്ക് എടുക്കുന്നത്? പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടൊക്കെ പോകുമ്പോൾ തെരുവിൽ വെച്ച് നാളെ എന്താ സംഭവിക്കുന്നത് അറിയില്ലല്ലോ. ഇന്നിപ്പോൾ അവർ കൈക്രിയ കൊണ്ട് ചെയ്തു. ഇത് ബോംബിൻ്റെ സ്ഥലമാണല്ലോ കണ്ണൂരൊക്കെ. നാളെ ഈ ശോഭായാത്ര പോകുന്നതിനിടയ്ക്ക് ഒരു ബോംബെറിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനും മടിക്കാത്തവരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടുത്തി ഇവരെ ഇത്തരം പരിപാടികളിൽ നിന്ന് അകറ്റുക എന്നുള്ള ഒരു കുതന്ത്രം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ സുരേഷ് ബാബു പറഞ്ഞതുപോലെ അതിനെ അപലപിക്കുകയാണ് ചെയ്യേണ്ടത്. കാര്യം CPM അറിയാതെയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാമല്ലോ കണ്ണൂർ നടക്കുന്ന പല കൊലപാതകം കഴിയുമ്പോൾ CPM അറിഞ്ഞിട്ടേ ഇല്ല, കൈ കഴുകും. പണ്ട് പിലാത്തോസ് കൈ കഴുകിയതുപോലെ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയതുപോലെ CPM കൈ കഴുകാറാണ് പതിവ്. പക്ഷേ അവിടെ ആരെങ്കിലും കൊണ്ടുവന്ന് അവർ കൊലക്കത്തിക്ക് വിധേയമാക്കുന്നു, ആരെങ്കിലും അതിനെ കരുവാക്കുന്നു. അപ്പോൾ അതുപോലെ ഇതും സംഭവിച്ചു കഴിഞ്ഞാൽ CPM ഇതിൽ നിന്ന് കൈ കഴുകും. കൈ കഴുകിയാലും CPM-ൻ്റെ നേതൃത്വ നിര അറിയാതെ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിലെങ്കിലും അറിയാതെ ഇങ്ങനൊരു സംഭവത്തിന് ആൾക്കാർ ഇറങ്ങി പുറപ്പെടില്ല. പ്രത്യേകിച്ച് മലബാറിൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ CPM-ൽ നിന്ന് ഹിന്ദുക്കൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. പല പല കാരണങ്ങൾ. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ CPM-നകത്തേക്ക് കടന്നു കയറിയിരിക്കുന്ന PFIയുടെ ഒരു സാന്നിധ്യമാണ്. അപ്പോൾ അതുതന്നെയാണ് പല ഹിന്ദുക്കളെയും മറിച്ച് ചിന്തിക്കാൻ ഇട നൽകുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ നമ്മുടെ കാരണഭൂതൻ്റെ ചില പ്രസ്താവനകളും ചില പത്രസമ്മേളനങ്ങളുമൊക്കെ പൂർണ്ണമായും ഹൈന്ദവ വിരുദ്ധമാണ്, ഈശ്വരീയതയ്ക്കെതിരാണ്. ഇതെല്ലാം സാധാരണ ഹിന്ദുക്കൾ ഇപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും അവരിലൊരു ഹിന്ദുത്വ ചിന്ത ഉണ്ടാവുമല്ലോ ഹിന്ദുക്കളുടെ. കഴിഞ്ഞ ദിവസം താങ്കൾ ശ്രദ്ധിച്ചു കാണല്ലോ, നാരായണ ഗുരുവിനെ, ശ്രീനാരായണ ഗുരുദേവനെ ഹിന്ദു സന്യാസിയാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പരാമർശം. അതെ, ഞാൻ ചോദിക്കട്ടെ, ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസി അല്ലാതെ മാർക്സിൻ്റെ അളിയനാണോ? കാറൽ മാർക്സിൻ്റെ അളിയനാണോ ഈ ശ്രീനാരായണ ഗുരു? ശ്രീനാരായണ ഗുരു ഹൈന്ദവ സന്യാസിയാണ്. അദ്ദേഹം കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങളാണ്. അല്ലാതെ അദ്ദേഹം ഏതെങ്കിലും പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും മോസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ഏതാണ്? ദൈവചഷകം. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? ആ ഈശ്വരീയ ചിന്തയിലുള്ള പൂർണ്ണമായ സന്യാസിയാണ് അദ്ദേഹവും. ചട്ടമ്പി സ്വാമികളൊക്കെ സമകാലികരായിരുന്നു. അവരെല്ലാം ഇവിടുത്തെ ഹൈന്ദവ ചിന്തയിലും ഹൈന്ദവ വിശ്വാസത്തിലും അടിയുറച്ച് വിശ്വസിച്ചവർ തന്നെയായിരുന്നു. അപ്പോൾ അവരെ ഒരു സുപ്രഭാതത്തിൽ ശ്രീനാരായണ ഗുരുവിന്, എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുവിനെ പാർട്ടി മെമ്പറാക്കി കഴിഞ്ഞാൽ ആ ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരെ ഇങ്ങോട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ രീതിയിൽ ഇവർക്ക് വോട്ട് പിടിക്കാം. അത് ശ്രീനാരായണ ഗുരുവിനെ വെച്ച് കുറേ വോട്ട് പിടിക്കാം, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ വെച്ച് നാളെ കുറേ വോട്ട് പിടിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് വോട്ട് വേണമെങ്കിൽ വിവേകാനന്ദ സ്വാമി വെച്ച് പിടിക്കാം, നാളെ ഇനി അയ്യപ്പനെ വെച്ച് വേണമെങ്കിൽ കുറച്ച് വോട്ട് പിടിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ശ്രീനാരായണ ഗുരുവിനെ പാർട്ടിക്കാരനാക്കിയത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് അറിഞ്ഞ ആ നിമിഷം തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തേനെ. ഭാഗ്യവശാൽ അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സമാധിയായി. കാര്യം ഇങ്ങനെ ഒരു വ്യക്തിയെ, ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ആ ഒരു സന്യാസി വര്യനെ ഈ ഒരു പാർട്ടിക്കാരനാക്കി മാറ്റി ഹിന്ദു സന്യാസി അല്ല എന്ന് പറഞ്ഞ ഈ പിണറായി വിജയൻ പിന്നെ അദ്ദേഹം എന്താണ്? ആരെങ്കിലും അംഗീകരിക്കുമോ? ഏതെങ്കിലും ആ ഒരു നാരായണീയർ അംഗീകരിക്കുമോ ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസി അല്ലെന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറയുമ്പോൾ അതിനെ കൈയടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ പുറകെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം ആൾക്കാർ മറിച്ച് ചിന്തിച്ച് തുടങ്ങി എന്ന് CPM-കാർക്ക് ബോധ്യമിട്ട് തുടങ്ങി. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ അയ്യപ്പ സംഗമവും, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അവർ ശ്രീകൃഷ്ണ ജയന്തി നടത്താൻ ശ്രമിച്ചതും, അതുപോലെ രാമായണ മാസ ആചരണവും ഇപ്പോൾ CPM തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ അതൊക്കെ
ഈ പറഞ്ഞ ഇതുപോലുള്ള അല്ല, ശ്രീ ആൾക്കാരെ വിജി തമ്പി, നമ്മുടെ ഈ- കൂടെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ്. അല്ല, നോക്കിയാൽ മതി, ഈ പല ക്ഷേത്രങ്ങളുടെയും ഉപദേശക സമിതികളിൽ CPMകാർ കടന്നു കയറിയിട്ടുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. പല ക്ഷേത്ര കമ്മിറ്റികളിലും അത് കൃത്യമായിട്ട് പാർട്ടിയുടെ ഒരു നിർദ്ദേശമാണ്. കാരണം ഇവിടെയൊക്കെ സാന്നിധ്യം അറിയിക്കണം എന്നുള്ളത്. അതും നേരത്തെ പറഞ്ഞ പോലെ 10 വോട്ട് ഇതുവഴി സ്വാധീനിച്ച് കമ്മിറ്റികളിലൊക്കെ കയറിക്കൂടി അവിടെ എത്തുന്ന വിശ്വാസികളെയൊക്കെ സ്വാധീനിച്ച് 10 വോട്ട് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട്. അല്ലാതെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ലല്ലോ. കാരണം വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് വിശ്വാസം, എന്ത് ഭക്തി? അപ്പോൾ സ്വാഭാവികമായി ഇത്തരം ഇടപെടലുകൾ പ്രാദേശിക തലങ്ങളിൽ വളരെ സജീവമായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണത്. അല്ല അനിൽജി, അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത് തുടങ്ങുന്നത്. അതിനു മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ദേവസ്വം ബോർഡുകളിൽ പ്രധാന പോസ്റ്റുകളിൽ, അതായത് പ്രസിഡൻ്റായാലും മെമ്പർമാരായാലും വരുന്നതെല്ലാം ഘടകകക്ഷികൾക്കാണ് കൊടുക്കാറുള്ളത്. അതുപോലെ ദേവസ്വം മന്ത്രി പോലും മിക്കവാറും CPMകാരായിരിക്കില്ല, ഏതെങ്കിലും ഘടകകക്ഷിയുടെ ആൾക്കാരായിരിക്കും ദേവസ്വം മന്ത്രിയാകുക. അത് ഈ യുവതീ പ്രശ്നം കഴിഞ്ഞതിന് ശേഷമാണ് പാർട്ടിക്ക് മനസ്സിലായത്, അതായത് ഹിന്ദുക്കൾ ഒന്നാവണമെങ്കിൽ ആത്മീയതയിലൂടെ അല്ലെങ്കിൽ ഈശ്വരീയതയിലൂടെ ഒന്നാവുമെന്ന് മനസ്സിലായി. കാര്യം അന്ന് നമ്മുടെ ഈ യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ ഇവിടെ നാമജപ ഘോഷയാത്രയായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇറങ്ങിയത് ജാതി നോക്കിയിട്ടോ അല്ലെങ്കിൽ മതം നോക്കിയിട്ടോ അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടോ അല്ല. അവർ അയ്യപ്പസ്വാമിയുടെ ഒറ്റ കാരണത്തിന് വേണ്ടി ഈശ്വരീയമായി വിശ്വാസമുള്ള എല്ലാ ആൾക്കാരും, അത് CPMലുള്ളവരും കോൺഗ്രസ്സിലുള്ളവരും എല്ലാവരും അതിനിറങ്ങി. അപ്പോൾ അന്നാണ് മനസ്സിലായത് ഇവരുടെ ഈശ്വരീയത എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളെ ബേസ് ചെയ്താണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളെ ഏതെങ്കിലും രീതിയിൽ പിടിച്ചടക്കണം, ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെ നശിപ്പിക്കണം. അല്ല, ക്ഷേത്രങ്ങളെ ഉദ്ധരിക്കാനല്ലല്ലോ ഇവർ ക്ഷേത്രങ്ങളെ പിടിച്ചടക്കുന്നത്, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാനല്ലല്ലോ. ഏതെല്ലാം രീതിയിൽ ആ ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാം, ആ ക്ഷേത്രങ്ങളുടെ വിശുദ്ധി ഇല്ലാതാക്കാം. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. അതായത് ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ നെയ്യായാലും എണ്ണയായാലും അതുപോലെ പൂജാദ്രവ്യങ്ങളായാലും എല്ലാം മലീനസമാണ്. ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ക്ഷേത്രങ്ങളിലും ഏതെങ്കിലും ഒരു ആൾക്കത് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പണം വാങ്ങി കോൺട്രാക്റ്റ് കൊടുത്തിട്ട് അപ്പോൾ അവർ ചെയ്യുന്നത് എന്താ, ഏറ്റവും വില കുറച്ച് എത്രയും മോശമായ സാധനം കിട്ടുമോ അതായിരിക്കും വാങ്ങി അവിടെ കൗണ്ടറുകളിൽ വയ്ക്കുക. ഇതാണ് ഭക്തജനങ്ങൾ പാവം വാങ്ങിച്ച് ക്ഷേത്രത്തിൽ കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പല വെളിച്ചെണ്ണ എണ്ണ എന്ന് പറഞ്ഞ് വരുന്ന പലതും ഇവിടെ ഈ പല ഹോട്ടലുകളിലും ഈ ഇറച്ചിയും മീനും ഒക്കെ വറുത്ത് പൊരിച്ചെടുത്തതിന് ശേഷം വരുന്ന എണ്ണയെ കുപ്പിയിൽ നിറച്ച് വിളക്കെണ്ണ നല്ലെണ്ണ എന്ന് പറഞ്ഞ് വിപണിയിലെത്തിക്കുകയാണ്. ഇതാണ് വാങ്ങി ആ ക്ഷേത്രത്തിനുള്ളിലെ ദീപാരാധനയ്ക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിനുള്ളിലെ വിളക്കുകളിൽ ഒഴിക്കാനും അല്ലെങ്കിൽ ഭഗവാൻ അഭിഷേകം ചെയ്യാനും ഒക്കെ കൊടുക്കുന്നത്. അത് എന്തുമാത്രം ദോഷമാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് കൊടുക്കുന്നവർക്ക് ആ പാപമില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നല്ല എണ്ണ എത്രയോ സ്ഥലത്ത് കിട്ടും, അതിനല്പം വില കൂടുതലായിരിക്കും. അപ്പോൾ അതിന് പകരം അല്പലാഭം നോക്കി പാപം ഏറ്റുവാങ്ങുകയാണ് പാവപ്പെട്ട ഭക്തർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പല പ്രാവശ്യവും നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് ഈ പണം കൊണ്ടിടരുതെന്ന്. ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്നതും ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? അവിടെ കിട്ടുന്ന പൈസ എങ്ങനെ അടിച്ചു മാറ്റാമെന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപ ശബരിമലയിൽ വരുമാനം വരുന്നു. ഈ ശബരിമലയിലെ വരുമാനം എങ്ങനെ പോക്കറ്റിലാക്കാം എന്നുള്ള ചിന്തയാണ്. പലപ്പോഴും പ്രസിഡന്റും മറ്റു ആൾക്കാരും പറയുന്നുണ്ട് ആ പണം കൊണ്ടാണ് ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും നടക്കുന്നതെന്ന്. ഞാൻ ഉദാഹരണം പറയട്ടെ, കേരളത്തിൽ ഏകദേശം 50,000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ എല്ലാ ദേവസ്വം ബോർഡും കൂടെ ചേർത്ത് 5,000-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി 45,000 ക്ഷേത്രങ്ങൾ നടക്കുന്നത് ശബരിമലയിലെയും ഗുരുവായൂരെയും അതുപോലത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെ വരുമാനം കൊണ്ടാണോ? അല്ലല്ലോ. ഓരോ ക്ഷേത്രങ്ങളും സ്വയം പര്യാപ്തമാണ്. കാരണം ആ ക്ഷേത്രങ്ങളിലുള്ള വരുമാനം അനുസരിച്ച് വേണം ക്ഷേത്രങ്ങളിലെ ചെലവ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അതിന് പകരം നമ്മുടെ CPM കുടുംബത്തിലുള്ള എല്ലാവരെയും എങ്ങും ജോലി കിട്ടിയില്ലെങ്കിൽ അവനെ പിടിച്ച് ദേവസ്വം ബോർഡിൽ ജോലി കൊടുക്കുക, ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരെ ഓരോ ക്ഷേത്രങ്ങളിലും സ്റ്റാഫായി നിയോഗിക്കുക, എന്നിട്ട് അവർക്ക് ഫാമിലി പെൻഷൻ, മറ്റേ പെൻഷൻ എല്ലാ രീതിയിലും കൊടുത്തുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിൽ, അതായത് ഈ അയ്യപ്പ ഭക്തർ അല്ലെങ്കിൽ ഈശ്വരീയ ഭക്തർ അവർ ക്ഷേത്രങ്ങളിൽ കാണിക്കയിടുന്ന ആ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി കാണിക്കയിടുന്ന പണമെടുത്താണ് ഇവർ ഈ അനാവശ്യമായിട്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ശബരിമലയിലും സംഭവിക്കുന്നത്, ഓരോ ക്ഷേത്രങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതൊന്നും പോരാഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർഷിപ്പ് കൂടി നോക്കുന്നത്. അല്ല, ആഗോള കോടതിയെടുത്ത് പറഞ്ഞത് പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് ഒരു പണം പോലും ഞങ്ങൾ എടുക്കുന്നില്ല, ദേവസ്വം ബോർഡിൻ്റെ പിന്നെ വരുമാനത്തിൽ നിന്ന് ഒരു തുക പോലും എടുക്കുന്നില്ല, എല്ലാം ഈ കോടീശ്വരന്മാർ. അതുകൊണ്ടാണല്ലോ ഈ 3 കോടിക്കും 5 കോടിക്കും ഇടയിൽ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പ് കാർഡ്, ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ, ഡയമണ്ട് മെമ്പർഷിപ്പ് തരും, ഡയമണ്ട് അയ്യപ്പൻ. അതെ. അപ്പോൾ നോക്കൂ, ആ ഒരു ക്ലാസിഫിക്കേഷൻ
എന്നിട്ട് ഈ കോടി ഭക്തജനങ്ങൾ അവർ അതിൽ പാവപ്പെട്ടവരുണ്ട്, പരമദരിദ്രർ ഉണ്ട്. അങ്ങനെ ഉള്ളവർ അയ്യപ്പനിലുള്ള ആ ഒരു വിശ്വാസം അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ മല ചവിട്ടി വ്രതം നോറ്റ് മല ചവിട്ടി അവിടെ എത്തുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇവർക്ക് എല്ലാ സംവിധാനങ്ങളും കൊടുക്കുകയില്ല. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് അടക്കമുള്ള 5 സ്റ്റാർ ഹോട്ടലുകളാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൽ എത്തുന്നവർക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കോടീശ്വരന്മാരാണ്. കോടീശ്വരന്മാർ മതി. കോടീശ്വരന്മാരുടെ കാശ് വെച്ച് ഇനിയിപ്പോൾ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് പിണറായി വിജയൻ അദ്ദേഹം വിചാരിക്കുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ എരുമേലിയിൽ ഒരു വിമാനത്താവളം വരുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഈ തീർത്ഥാടന കേന്ദ്രത്തെ, ആഗോള തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക, വിദേശികളടക്കം ആരും വന്നു പോട്ടെ എന്നുള്ള രീതിയിലേക്ക് 24 മണിക്കൂറും 364 ദിവസവും തുറന്നു വെക്കുന്ന തരത്തിലേക്ക് മാറ്റുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ആദ്യ പടിയായിട്ടല്ലേ ഇതിനെ കാണാൻ പറ്റൂ? അല്ല, അതിൽ വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞല്ലോ, സർക്കാരിൻ്റെ പൈസയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പൈസയോ ഇതിൽ ചിലവാക്കാൻ പാടില്ല. ഇതുവരെ ചിലവാക്കിയത് ആരുടെ പൈസയാണ്? അതൊന്നും അവർ പറയട്ടെ. ഇപ്പോൾ അവിടെ വലിയ പന്തലുകൾ ഉയർന്നു കഴിഞ്ഞു, പല ഹോട്ടലുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, പല ചെലവുകളും നടന്നു കഴിഞ്ഞു, എത്രയോ പരസ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇതൊക്കെ ആരുടെ പൈസയാണ്? സ്പോൺസർഷിപ്പ് ആയിട്ടില്ലല്ലോ, സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടില്ലല്ലോ. ഇതെല്ലാം ഒന്നീ സർക്കാരിൻ്റെ പൈസ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പൈസ. അപ്പോൾ അതെന്താ പറയാത്തത്? അതങ്ങ് ചിലവാക്കാൻ അവർക്ക് അധികാരമുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെ പൈസ എടുത്ത് ആദ്യത്തെ ചിലവുകളെല്ലാം ചെയ്യാൻ അധികാരമുണ്ടോ? ഇപ്പോൾ മറ്റേ ഊരാളങ്കൂർ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുകയാണല്ലോ അവിടുത്തെ പന്തലും, അവിടുത്തെ AC പന്തലൊക്കെയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുക ഇതിൻ്റെ സംഘാടനം. ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് നേരത്തെ പറഞ്ഞ് തുടങ്ങുന്നത് ഭക്തിഗാനമേളയോടെയാണെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആ ബ്രോഷറിൽ അത് കാണുന്നില്ല, ഭക്തിഗാനമേള കാണുന്നില്ല. ഭക്തിഗാനമേള കേട്ട് കഴിഞ്ഞാൽ കാരണബോധം ഇരിക്കാൻ പറ്റുമോ? അവിടെ പണ്ട് ഒരു സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഒരു ഈശ്വര പ്രാർത്ഥന വന്നപ്പോൾ എഴുന്നേക്കാൻ മടിച്ച ആളാണ് അവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എണ്ണിച്ചു നിന്നു. ഗുരുവിൻ്റെ പ്രാർത്ഥന, ഗുരു വചനമാണ് പാടിയത്. അവിടെ വെള്ളാപ്പള്ളി നടേശൻ എണ്ണിച്ചു നിന്നു, ഇദ്ദേഹം എണ്ണിട്ടില്ല. കൂടെ എണീക്കാൻ പോയ കടന്നപ്പള്ളിയെ പിടിച്ചിരുത്തുകയാണ് ചെയ്തത്. ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളവിടെ ഇരിക്കുമ്പോൾ അവിടെ ഭക്തിഗാനമേള നടന്നാൽ അങ്ങനെ ഭ്രാന്താവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഭക്തിഗാനമേള ആയിരിക്കില്ല. അവിടെ ഈയിടയ്ക്ക് കടക്കൽ ക്ഷേത്രത്തിൽ ഒരു ഗാനമേള നടന്നില്ലേ? ആ ടീമെല്ലാം ആയിരിക്കും അവിടെ നിന്ന് ഗാനമേള നടത്തുക. ഇപ്പം വേണമെങ്കിൽ കാരണഭൂതൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടും കൂടെ വേണമെങ്കിൽ അവിടെ വയ്ക്കാം. അന്ന് നൃത്തം ചെയ്ത് അവരെ കൂടെ കൊണ്ടുപോകും. അവരോട് നൃത്തം കൂടെ ചെയ്താൽ ഗംഭീരമാവും. അതുപോലെ മറ്റേ ഈ രേണ പാർത്തിമയുടെ ഒരു നൃത്തവും, അതുപോലെ ബിന്ദു അമ്മണിയുടെയും കനകദുർഗയുടെയും ഓരോ മോഹിനിയാട്ടം കൂടെ വെച്ചാൽ അയ്യപ്പ സംഗമം കലക്കും.